ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ഈ ഒരു 7ാമത്തെ ക്ലാസ് നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KSൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാലും 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ടോപ്പിക് ഉണ്ടെന്ന് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും. KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ നമ്മൾ യൂട്യൂബ് വഴി സൗജന്യമായിട്ട് വിവിധ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ക്ലാസ്സുകളാണ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടന്നു പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സംസ്ഥാനങ്ങൾ, ഈ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ആവശ്യം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഒരു പത്ര കട്ടിംഗ് ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നെങ്കിൽ എങ്ങനെ രൂപീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വന്നിരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് ആണ്. അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പ്രൊവിൻസുകൾ. അപ്പോൾ ഈ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രൊവിൻസുകൾ രൂപീകരിക്കുന്നതിനെ പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരും എതിർത്തിരുന്നു. നമുക്ക് ഈ ഒരു പത്ര കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ ഇവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഈ ഒരു അഭിപ്രായത്തോട്, അതായത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിനോട് എതിരായിരുന്നു. അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുന്നതിനോട് എതിർപ്പുള്ളവരായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ എതിർപ്പുള്ളവരായിരുന്നു എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു യൂണിറ്റിയെ, അതായത് നമ്മുടെ രാജ്യം ഒന്നാണ് എന്നൊരു ചിന്തയിൽ നിന്നും മാറി നമ്മൾ മലയാളികളാണ്, നമ്മൾ തമിഴന്മാരാണ്, നമ്മൾ കന്നഡക്കാരാണ്, നമ്മൾ ഹിന്ദിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ പരസ്പരം വിഘടിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഇത് മാറും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യ സമരം, ആ ഒരു ദേശീയത എന്ന് പറയുന്ന ആശയം, നമ്മൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മൾ ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മാറിപ്പോകുമെന്നും നമ്മുടെ രാജ്യത്തിന് ആ ഒരു യൂണിറ്റി, ആ ഒരു ഏകത ഉണ്ടാവില്ല എന്നുള്ള ഒരു പേടി എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആശയത്തെ എല്ലാം തകിടം മറിക്കുന്നതിന് വലതുഭാഗത്ത് നിന്ന ആൾക്ക് പറ്റി. അദ്ദേഹത്തിന്റെ പേരാണ് പോറ്റി ശ്രീരാമലു. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു ഭാവിയെ ഈ ഒരു പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഗാന്ധിയൻ എങ്ങനെയാണ് സ്വാധീനിച്ചത്, എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മളിത് 2 ക്ലാസ്സുകളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇടയിൽ നടന്ന മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏകദേശം 500-ലധികം നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് ഇത്രയും വലിയൊരു രാജ്യത്തെ ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ആ ഒരു സമയത്ത് തന്നെ പാർട്ടി ABCD എന്നിങ്ങനെ പറഞ്ഞ് 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ലാംഗ്വേജിന്റെ ബേസിലോ അങ്ങനെയൊന്നുമല്ല. അതായത് ഒരു വിഭാഗത്തിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു, അതായത് രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ലഭിച്ച പ്രദേശങ്ങൾ ഒരു പാർട്ടി, അടുത്ത പാർട്ടിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ലഭിച്ച പാർട്ട്, അടുത്തൊരു പാർട്ടിൽ മറ്റുള്ള പ്രദേശങ്ങൾ, അടുത്തുള്ള പാർട്ടിൽ, അതായത് പാർട്ട് D എന്ന് പറഞ്ഞാൽ അതിൽ ആൻഡമാൻ നിക്കോബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ടിലും ഏത് സംസ്ഥാനങ്ങളാണ് എന്നൊന്നും നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. അത് താൽക്കാലികമായിട്ട് നമ്മൾ ആ ഒരു ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചത് മാത്രമാണ് പാർട്ടി ABCD എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകണം? നമുക്കറിയാം നമ്മുടെ ഭരണഘടന പാരലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ്, നമ്മൾ ഫെഡറൽ സിസ്റ്റം പോലത്തെ ഒരു സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംസ്ഥാനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആവശ്യമുണ്ട്. കാരണം ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്കറിയാം നമ്മൾക്ക് 2 പൊളൈറ്റ് വേണം, 2
ഗവൺമെന്റുകൾ വേണം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഫെഡറൽ സിസ്റ്റം, എങ്ങനെയാണ് നമ്മൾ ക്വാസി ഫെഡറൽ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലാസ് ഒരു ദിവസം മുന്നേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫെഡറൽ സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് 2 ഗവൺമെന്റുകൾ വേണം. അപ്പോൾ എങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കണം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഥറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആ ഒരു കമ്മീഷന്റെ പേരാണ് ഥർ കമ്മീഷൻ. അദ്ദേഹം 1948 ഈ ഒരു കമ്മിറ്റി പ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഥർ കമ്മീഷൻ 1948, ഇത് ഓർമ്മിച്ചു വെക്കണം. ആദ്യത്തെ കമ്മീഷനാണ് സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ഥർ കമ്മീഷൻ അദ്ദേഹം മൊത്തം പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരിക്കലും ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കരുത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഏകതയെ ബാധിക്കും. മറിച്ച് നമ്മുടെ ഭരണപരമായ കൺവീനിയൻസിന്, ഭരണപരമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സംസ്ഥാനങ്ങളായിട്ട് രൂപീകരിക്കാമെന്ന് പറഞ്ഞു. അതായത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന്റെ അടിസ്ഥാനം ഭരണത്തിലുള്ള കൺവീനിയൻസ് ആയിരിക്കണം. ഭരണത്തിൽ എളുപ്പം വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ആ ഒരു കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ ആൾക്കാർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുക്കാതെ വീണ്ടും ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണുണ്ടായത്. ഈ ഒരു കമ്മിറ്റി JVP കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അത് 1948 രൂപീകരിക്കുകയും 1949 റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ JVP എന്ന് പറഞ്ഞാൽ 3 പേരുടെ ചുരുക്കമാണ്. ജവഹർലാൽ നെഹ്റു, അപ്പൊ നെഹ്റു, പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ, മൂന്നാമത്തത് പട്ടാഭി സീതാരാമയ്യ. അപ്പം ഈ 3 പേര്, നെഹ്റു, പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, ഇവർ 3 പേരും കൂടിയിട്ടുള്ള കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഈ JVP കമ്മിറ്റി 1948-49. അപ്പോൾ ഇവരും പഠനം നടത്തിയതിനു ശേഷം തീരുമാനിച്ചു സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണം, സ്റ്റേറ്റുകൾ ഉണ്ടാക്കണം. പക്ഷെ അത് ജിയോഗ്രഫിക്കൽ കണ്ടിന്യൂയിറ്റി, അതായത് നമ്മുടെ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പ്രത്യേകത അനുസരിച്ച്, ഭരണത്തിലുള്ള കൺവീനിയൻസിനനുസരിച്ച്, പിന്നെ ആ ഒരു സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ വരുമാനം, ടാക്സ് റവന്യൂ മറ്റുമൊക്കെ, അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി വേണമല്ലോ. കാരണം ആവശ്യമായ വരുമാനത്തിൽ, അതായത് ആ ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ വരുമാനം ആ ഒരു സംസ്ഥാനത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ വേണ്ടേ. വളരെ ചെറിയ സംസ്ഥാനങ്ങളും രൂപീകരിച്ചുകൂടാ, വളരെ വലുതുമായിക്കൂടാ. വളരെ ചെറുതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു സംസ്ഥാനത്തിന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമായ ചെലവിന് ആവശ്യമായ വരുമാനം ഒന്നും ആ ഒരു സംസ്ഥാനത്ത് നിന്ന് കിട്ടില്ല. പക്ഷെ വളരെ വലുതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭരണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഹൈക്കോടതി ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈക്കോടതി ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ മറ്റ് അറ്റത്തുള്ള ജനങ്ങൾ ഈ ഹൈക്കോടതിയിലൊക്കെ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഒക്കെ സംസ്ഥാനത്തിൽ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വലിയ സംസ്ഥാനങ്ങളാവുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഡെവലപ്മെന്റിനുള്ള സാഹചര്യം എങ്ങനെയാണ്? ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് ഡെവലപ്മെന്റ് നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഹില്ലി ഏരിയാസ് ഉള്ള, അതായത് മലനിരകളൊക്കെയുള്ള, ഹിമാലയത്തിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ, പരിഗണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ പാടുള്ളൂ എന്നാണ് JVP കമ്മിറ്റി പറഞ്ഞത്. അതായത് JVP കമ്മിറ്റി എന്താണ് പറഞ്ഞത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കരുത്. എന്തുകൊണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കരുത്? കാരണം അത്തരത്തിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വീണ്ടും വിഭാഗീയതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഓരോ സംസ്ഥാനങ്ങളുടെ പേരിൽ അവർ മാറി മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കും. നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു യൂണിറ്റി, ഏകത എന്ന് പറയുന്ന ഒരു ആശയം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ നടന്ന് അപ്പോൾ നമുക്ക് ഏകദേശം തീരുമാനമായി, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്, ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രൂപീകരിക്കുന്നത് എന്ന്. ആ ഒരു ഇടയിലാണ് മറ്റൊരു വലിയ സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവമാണ് മൊത്തം ഗതിയെ മാറ്റിമറിച്ചത്. അതായത് 1952 പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഫാസ്റ്റിന് പോയി. ഫാസ്റ്റ് എന്ന് വെച്ചാൽ സത്യാഗ്രഹത്തിന് പോയി. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തിനാണ് സത്യാഗ്രഹത്തിന് പോയത്? അതായത് തെലുഗു ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അന്ന് മദ്രാസിന്റെ ഭാഗമായിരുന്നു. മദ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. നമുക്ക് മനസ്സിലാവും, തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിലാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഉള്ളത്. അപ്പൊ ഈ ഒരു തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിലാണ് അദ്ദേഹം സമരം നടത്തിയത്, അതായത് സത്യാഗ്രഹത്തിന് ഇരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനം എന്താണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുകയില്ല എന്ന്. പക്ഷെ എന്ത് സംഭവിച്ചു? അദ്ദേഹം 56 ദിവസത്തോളം
സത്യാഗ്രഹം ഇരുന്നു. 56 58 പറയുന്നത്, 56 58 ദിവസത്തോളം സത്യാഗ്രഹം ഇരുന്നു. അപ്പൊ സത്യാഗ്രഹം ഇരുന്നിട്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഗാന്ധിയൻ മരണത്തിന് കീഴടങ്ങിയതോടെ സംഭവം ആകെ മാറി. വലിയ പ്രക്ഷോഭങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്, നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കാനുള്ള തീരുമാനം അവര് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായിട്ട് ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടു 1953. അപ്പൊ ഈ ഒരു പ്രഖ്യാപനം വന്നെങ്കിലും ഇതിന് ഭരണഘടനാ സാധുത കിട്ടുന്നത് 1956 അത് പറയാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർമ്മിക്കണം. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം. 1953 എന്താണ് സംഭവം? തെലുഗു സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തെലുഗു സംസാരിക്കുന്ന ഒരു സംസ്ഥാനം മദ്രാസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൂറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഗാന്ധിയൻ, അദ്ദേഹം സത്യാഗ്രഹ സമരം ഇരുന്നു. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചതോടെ മറ്റ് സംസ്ഥാനങ്ങളും ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മറ്റു വിഭാഗം ആൾക്കാരും ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുവാൻ തുടങ്ങി. എന്താണ്? നമ്മൾക്കും ഇത്തരത്തിൽ ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ വേണം. മലയാളികൾക്ക് ഒരു ഭാഷ, തമിഴ് സംസാരിക്കുന്നവർക്ക് ഒരു ഭാഷ, കന്നഡ സംസാരിക്കുന്നവർക്ക് ഒരു ഭാഷ, അങ്ങനെ ഓരോ ഭാഷയ്ക്കും ഓരോ സംസ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു മൊത്തത്തിൽ പ്രശ്നം വന്ന സാഹചര്യത്തിൽ വേറെ ഒരു വഴിയുമില്ലാതെ നമ്മുടെ ഗവൺമെന്റിന്, അതായത് നെഹ്റുവിന്റെ ഗവൺമെന്റിന് പുതിയൊരു കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിഷയം, എങ്ങനെയാണ് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്, ഏതൊക്കെയാണ് ആ പുതിയ സംസ്ഥാനങ്ങൾ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്, നമ്മൾ എന്തിനാണ് സ്റ്റേറ്റ് രൂപീകരിക്കേണ്ട ആവശ്യം വന്നത്? അപ്പോൾ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് നമ്മൾ 2 കമ്മിറ്റിയെ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഥർ കമ്മീഷൻ 1948, JVP കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ കമ്മിറ്റി 1948-49. പിന്നെ ഓർക്കേണ്ടത്, പൂറ്റി ശ്രീരാമലു, തെലുഗു സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം, ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ക്ലാസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടത് ആ 2 കമ്മിറ്റികളുടെ പേരും പിന്നെ പൂറ്റി ശ്രീരാമലു, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുവാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം വിശദമായിട്ട് പറയുന്നതായിരിക്കും. എങ്ങനെയാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് നാം ഇന്ന് കാണുന്നത് പോലെ കുറേ സംസ്ഥാനങ്ങളൊക്കെ ആയതെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആവശ്യമായിട്ട് ഷെയർ കൂടി ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.